വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇഫ്താർ സ്നാക്കാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്, പിന്നെ അതുപോലെ 1/4 കപ്പ് പാല്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കരുത്. ആ മൈദയൊക്കെ നന്നായിട്ട് മിക്സായി, പഞ്ചസാരയൊക്കെ മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ വേണ്ടത്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 1 തന്നെ മതി. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ചെറുതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതുപോലെ തിന്നായിട്ടൊന്നിങ്ങനെ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പഴമെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പഴം ഓരോന്നായിട്ട് വെച്ചിട്ട് നമ്മൾ സാധാരണ പഴമൊക്കെ വാട്ടിയെടുക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു സൈഡ് ഒന്നിങ്ങനെ കളർ മാറുന്ന സമയത്ത് നമ്മളിതുപോലെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു സൈഡും കളറാകുമ്പോൾ നമ്മളതിൽ നിന്ന് പാനിൽ ആ പഴം എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പഴം വാട്ടിയതാണോ എന്നുള്ളത്. അതല്ല, വേറെ നല്ലൊരു റെസിപ്പി തന്നെയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കയ്യിൽ ഒരു മുട്ടയും ഒരു പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് മാത്രം നെയ്യ് ആക്കി കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ആ ഒരു പാനിൽ നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബാറ്റർ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഒന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചിരവിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഞാൻ പക്ഷേ ഇട്ട് കൊടുക്കുന്നില്ല. ഒരു ബാറ്ററിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ മതി. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ സിമ്മിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ വിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൈഡിൽ നിന്നൊക്കെ വിടുവിച്ചതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ആ പഴം നിരത്തി വെച്ച ആ ഒരു ഓർഡറിൽ തന്നെ നമ്മളിതൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതാക്കിയ സമയത്ത് കുറച്ച് സമയം ഫ്ലെയിം ഒന്നിങ്ങനെ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു സൈഡിലൊക്കെ ഒന്നിങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരെ സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പഴവും മുട്ടയും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിനും അതുപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.